ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. ഞാനൊരു PhD സ്റ്റുഡൻ്റ് ആണ്. അതിനിവിടെ എന്ത് പ്രസക്തി എന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ PhD ജേർണിയെ കുറിച്ചാണ്. ഞാനിപ്പോൾ 2.5 years ആയിട്ട് ഇവിടെ PhD ചെയ്യാണ്. എൻ്റെ ഒരു പ്രോഗ്രസ് ജേർണി നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു അക്കാഡമിക് കരിയറിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിന് ഒത്തിരി ഫാക്ടേഴ്സ് അതിന് കാരണമായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ PhD ടോപ്പിക്കായിട്ട് എടുത്തത് ഞാൻ ഇത്രയും നാളും മാസ്റ്റേഴ്സ് ചെയ്തായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കലാണ്, അൽഗരിതമാണ്. പക്ഷെ അതല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ബന്ധമില്ല. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് മാത്തമാറ്റിക്സിലാണ്. ഞാൻ PhD ചെയ്യുന്നത് ഇമേജ് പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡ്രോബാക്ക്. അപ്പോൾ ഞാൻ കയറി ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് നാളെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ആദ്യം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് പറയുന്ന കാര്യമാണ് എനിക്കുള്ളത്. അതായത് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും വെച്ച് ഞാൻ കമ്പയർ ചെയ്യും. അപ്പൊ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും, അതായത് എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും യൂറോപ്യൻസ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു PhD ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ആഗ്രഹം, അവരെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഒരു അക്കാഡമിക് കരിയറിലേക്ക് വരൂ. അവരിൽ മിക്കവർക്കും പ്രൊഫസർ ആവാനും അങ്ങനെ ജർമ്മനിയിൽ തന്നെ അവർ ജർമ്മൻസ് ആവുകൊണ്ട് അവർക്ക് ജർമ്മനിയിൽ തന്നെ പ്രൊഫസർ ആവാനും അങ്ങനെയൊക്കെയുള്ള അംബീഷനായിട്ട് വരുന്ന ആൾക്കാരാണ്. അതേസമയം അതായത് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി എടുക്കണം, അല്ലാതെ എനിക്ക് ആ PhD എന്നുള്ള ടൈറ്റിൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനോട് പാഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ റിസർച്ച് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇത്രയും എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ്, ഇത്രയും വായിക്കണം എന്നുള്ള ഫാക്ടർ ഞാൻ അവിടെ അധികം കൺസിഡർ ചെയ്തില്ല. അതെന്റെ സെക്കൻഡ് ഡ്രോബാക്ക് ആണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുമ്പം അവർക്ക് ജീവിതമാണ് അവരുടെ റിസർച്ച്. അവരെ എപ്പോഴും രാവിലെ 4 മണിക്ക് എണീക്കുമായിരിക്കും, രാത്രി 2 മണിക്ക് ഒരു ഉറക്കമില്ല. അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുണ്ട്. അതേസമയം നല്ല ആദ്യമേ ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല കാലിബർ ഉള്ള ആൾക്കാരുണ്ട്. അവര് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ വർക്ക് ചെയ്യൂ. പക്ഷെ അവർ ആ സമയത്ത് നോ ഡിസ്ട്രാക്ഷൻസ്. അത് സെക്കൻഡ് ഫാക്ടർ. അപ്പൊ ഞാൻ എപ്പോഴും എന്നെ തന്നെ കുറച്ച് കാണാൻ തുടങ്ങി. ഞാൻ ഇവരുടെ കൂടെ ഒന്നുമല്ല. പക്ഷെ അതേസമയം അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. നമ്മൾ അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ റിസർച്ച് പേപ്പർ വായിക്കണം, എന്തൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ചെയ്തത്. ഞാൻ എന്നെ തന്നെ സ്വയം ഡീമോട്ടിവേറ്റ്, നീ എത്ര പഠിച്ചാലും അവരുടെ അത്ര എത്തില്ല, അവർക്ക് നമ്മളെക്കാട്ടിയും കുറെ അറിയാം എന്ന് ഞാൻ തന്നെ വിചാരിച്ച് എന്നെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് സെക്കൻഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ റിസർച്ച് ഫങ്ഷനിങ് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് വലിയ ഡേറ്റ സെറ്റുമായിട്ട് വേണം എനിക്ക് അൽഗരിതംസ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ എന്തെങ്കിലും റൺ ചെയ്യാനിട്ട് അതൊരു 4 hours 5 hours ഒക്കെ ചിലപ്പോൾ എടുക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് 4 hours വെയിറ്റ് ചെയ്ത്, അടുത്ത ക്ലിക്ക് ചെയ്ത് 4 hours വെയിറ്റ് ചെയ്ത് ആ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു 1-2 വർഷം കഴിഞ്ഞു ഈ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഇല്ല. പക്ഷെ അതേസമയം ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും പേപ്പർ വായിക്കാം, അല്ലെങ്കിൽ ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ കണ്ട് എന്തെങ്കിലും വീഡിയോ കണ്ട് പഠിക്കാം. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ചെയ്തത്. ഞാൻ എന്ത് ചെയ്തു, ആ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ എടുത്ത് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ഫോണിൽ എത്ര അവേഴ്സ് ആക്റ്റീവ് ആയിരുന്നു നോക്കിയാൽ മോർ ദാൻ 12 hours ആയിരുന്നു ആവറേജ് കാണിച്ചുകൊണ്ടിരുന്നത്. അത്രത്തോളം ഞാൻ എന്ത് പറയാ, നമ്മളെ ഫോൺ യൂസ് ചെയ്ത് എൻ്റെ ബ്രെയിനിനെ തന്നെ ഞാൻ നശിപ്പിച്ചു. അങ്ങനെ നമുക്ക് ബ്രെയിൻ ഫോഗിനെസ് എന്ന് പറയും. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു റിസർച്ചറിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് കോൺസെൻട്രേഷൻ. അതായത് നമ്മളൊരു പേപ്പർ വായിക്കാനിരുന്നാൽ നമുക്ക് ആ പേപ്പറിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടെങ്കിലേ നമുക്ക് വായിക്കാൻ പറ്റൂ. അപ്പൊ എന്തെറ്റി, റീൽസ് കണ്ട് 30 seconds കൂടുതൽ നമുക്ക് ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഇമേജ് കൊണ്ട് നമ്മളിങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാത്ത ഒരു കാര്യങ്ങളും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാതായി. അപ്പൊ എന്ത് ചെയ്തു, എനിക്ക് റിസർച്ച് പേപ്പർ വായിക്കാൻ ഇഷ്ടമല്ല, ബുക്ക് വായിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഉടനടി റിസൾട്ട് കിട്ടാത്ത ഒന്നും എനിക്കിഷ്ടമല്ലാതെ. റിസർച്ചിൽ ഒരിക്കലും നമുക്ക് ഒന്നും ഉടനടി റിസൾട്ട് കിട്ടത്തില്ല. ഒരു പേപ്പർ വായിച്ച് ചിലപ്പോൾ മനസ്സിലാവില്ല, ആ പേപ്പർ രണ്ടാമത് വായിക്കേണ്ടി വരും, മൂന്നാമത് വായിക്കേണ്ടി വരും. ചിലപ്പോൾ ആ പേപ്പർ ഒരു യൂസ്ഫുൾ ആയിരിക്കില്ല, വേറെ പേപ്പർ എടുക്കേണ്ടി വരും. അങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് റിസർച്ചിന്റെ മെയിൻ ഇൻഡ്യൂഷൻ. പക്ഷെ ഞാൻ ഇത് നല്ല വിട്ടുപോയിട്ട് ഞാനിപ്പോ എന്ത് പറയാൻ, എനിക്കിപ്പോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇതാണ് എൻ്റെ
തേർഡ് പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത്. അടുത്ത ഫോർത്ത് പ്രോബ്ലം ആയിട്ട് പറയുകയാണെങ്കിൽ AI. അതായത് നാലാമത്തെ എൻ്റെ ട്രബിൾ ഇസ് AI. നാലാമത്തെ ട്രബിൾ AI എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇതൊക്കെ ഒരുവിധം എല്ലാം ഒക്കെ ഇതൊക്കെ ആണെന്നൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് നന്നാവാം എന്നൊക്കെ മനസ്സിലാക്കി രണ്ടാമത്തെ വർഷത്തിലേക്ക് ഞാൻ കടന്നു. അതായത് കഴിഞ്ഞ വർഷമായപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ച് വായിക്കണം പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ചാറ്റ് ജി പി ടി വന്നത്. ചാറ്റ് ജി പി ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി എന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും പേപ്പർ വായിക്കാൻ മടിയായിരിക്കും, അപ്പൊ എന്ത് ചെയ്യും, ആ പേപ്പറിന്റെ പേരങ്ങ് ഇട്ട് കൊടുക്കും, സമ്മറി തരും. പക്ഷെ അത് എത്രത്തോളം ആപ്റ്റ് ആണ്? നമ്മൾ സ്വയം വർക്ക് ചെയ്യുന്ന പോലെ ഒരു ബോട്ടിനോ AI-ക്കോ, അത് ഞാൻ AI ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് മനസ്സിലാക്കേണ്ടതാണ്. അതിനെ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരെണ്ണം തരാൻ പറ്റില്ല. അതൊരു പോയിന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ നമ്മൾ ചാറ്റ് ജി പി ടിനോടും ബോട്ടിനോടും ഒക്കെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്തു എനിക്കൊരു ലെറ്റർ എഴുതണമെങ്കിൽ ഞാൻ ചാറ്റ് ജി പി ടിനോട് ചോദിക്കും. എന്തെങ്കിലും സമ്മറി വേണമെങ്കിൽ ചാറ്റ് ജി പി ടിനോട് ചോദിക്കും. കോഡ് എഴുതുക, ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും നമ്മൾ ചാറ്റ് ജി പി ടിനെ റിലേ അത്ര ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കഴിവാണ് കോഡിങ് സ്കില്ല്. ആ കോഡ് എഴുതാൻ പോലും ഞാൻ ചാറ്റ് ജി പി ടിനോട് ചോദിക്കാൻ തുടങ്ങി. വന്ന് ഞാൻ ഒരുവിധം നന്നായിട്ട് കോഡ് എഴുതുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. പക്ഷെ ഇപ്പം എനിക്ക് ബേസിക് ലൈബ്രറീസ് ടൂൾസ് കോഡിങ്ങിൽ യൂസ് ചെയ്യാനുള്ള ബ്രെയിൻ കപ്പാസിറ്റി പോലും ഇല്ല. അതായത് നമ്മുടെ ബ്രെയിന്, നമുക്ക് ഈശ്വരൻ തന്നത് നമ്മുടെ ബ്രെയിനെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് അത് ഒന്നും ഓർത്ത് വെക്കേണ്ട എന്നാണ് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യണം. ഇത് ഒരു വർഷമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് എനിക്കിപ്പം ഒരു കാര്യം പോലും ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിനോട് ചോദിക്കാതെ ഒരു ലെറ്റർ എഴുതാൻ വയ്യ, ഒരു പേപ്പർ വായിക്കാൻ വയ്യ, ഒരു കോഡ് എഴുതാൻ വയ്യ. അപ്പൊ ഇതാണ് ഞാൻ എന്നെ കുറിച്ച് റിയലൈസ് ചെയ്ത എൻ്റെ മിസ്റ്റേക്സ്. പക്ഷേ ഇനി ഞാൻ ആ മിസ്റ്റേക്കോ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. കാരണം ഇനി ഇവിടെ യൂറോപ്പിൽ സാധാരണ PhD 3 years ആണ്. അതായത് എനിക്ക് ഡിസംബർ വരെയാണ് കോൺട്രാക്ട് ഉള്ളത്, ഡിസംബർ എൻഡ് വരെ. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് എന്ന് പറയാം, ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട് കുറെ കാരണങ്ങൾ, കുറെ ഇഷ്യൂസ് കാരണം ഒരു മാർച്ച് 2026 വരെ എക്സ്റ്റെൻഡ് ആയി. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് മാർച്ച് 2026 വരെ PhD ഫിനിഷ് ചെയ്യാൻ ടൈമുണ്ട്. യൂഷ്വലി ഇവിടെ 3 years ആണ്, പക്ഷെ 90% ആൾക്കാരും 3 years ഫിനിഷ് ചെയ്യാറില്ല. നമുക്ക് തീസിസ് വെക്കാൻ ഒരു വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടും. അതായത് 4 years PhD തീർക്കണം. അതിനപ്പുറം എനിക്കൊരു എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്രയും റീസൺ ഉണ്ടെങ്കിലേ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും. അപ്പം മാത്സുകാർക്ക് മിക്കപ്പോഴും 4 years അവർ കംപ്ലീറ്റ് ചെയ്യും. അപ്പം എനിക്ക് മാർച്ച് 2026 വരെ കുഴപ്പമില്ല. അതിനുശേഷം എനിക്ക് തീസിസ് എഴുതാൻ സമയം വേണമായിരിക്കും. പക്ഷെ ഞാൻ എല്ലാം അടുത്ത വർഷത്തിനകം കൺക്ലൂഡ് ചെയ്യണം. ഞാൻ എനിക്ക് വെച്ചിരിക്കുന്ന ഡെഡ് ലൈൻ മാർച്ച് 2026 ഒരു 90% ഫിനിഷ് ചെയ്യണം എന്നാണ്. അപ്പോൾ പക്ഷെ അതിനധികം എനിക്ക് സമയമില്ല. അതാണ് ഫസ്റ്റ് പ്രശ്നം. ഞാൻ ഒരു മാസമായിട്ട് ഞാനൊരു കോൺഫറൻസിന് പോയിരുന്നു ഇറ്റലിയില്. അപ്പം അവിടെ പോയപ്പോ എനിക്ക് പിന്നെയും ഇമ്പോസ്റ്റർ സിൻഡ്രത്തിന്റെ പീക്കിലെത്തി. അപ്പൊ കാരണം എന്റെ കൂടെ എനിക്ക് ശേഷം ജോയിൻ ചെയ്ത PhD സ്റ്റുഡൻസ് പോലും എന്നെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്ത് പറ്റി, എനിക്ക് എന്നെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു, ഞാൻ എന്തിനാണ് എൻ്റെ ലൈഫ് വേസ്റ്റ് ആക്കുന്നത്? അല്ലെങ്കിൽ എനിക്കിനി PhD ചെയ്യണോ? എനിക്ക് അതിനെ കഴിവില്ലെങ്കിൽ എനിക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് എന്നാലിപ്പോഴും വിശ്വാസമുണ്ട്, എനിക്ക് ആവശ്യത്തിന് സ്കിൽസ് ഉണ്ട്, അതൊന്ന് പൊടി തട്ടി എടുത്താൽ എനിക്ക് ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ക്വിറ്റ് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിൽ വന്നത്, കാരണം ഞാൻ ഇപ്പൊ ചെയ്യുന്ന വർക്ക് ഫിനിഷ് ചെയ്താലേ എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രൊജക്ട് പാർട്ട്ണറിനും പുള്ളിക്കാരുടെ PhD ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ PhD ആയിട്ട് ലിങ്ക് ചെയ്ത് വേറെ 2 പേരുടെ PhD കൂടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ക്വിറ്റ് ചെയ്താൽ അവർക്ക് ഒരു പണിയാവും. അപ്പം വേറൊരാൾക്ക് പണി കൊടുത്തോണ്ട് നമ്മളൊരു പണി മേടിക്കാൻ പാടില്ലല്ലോ. അത് ഒരു പ്രശ്നം. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ട്. സെക്കൻഡ് തിങ്, PhD ക്വിറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ക്വിറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് എല്ലാം തിരിച്ചു പിടിക്കാനാണ് നമുക്ക് ധൈര്യവും ആ ഒരു കഴിവും വേണ്ടത്. അവിടെയാണ് നമ്മളെ തന്നെ നമ്മളോട് തന്നെ പ്രൗഡ് തോന്നുന്നത് എപ്പോഴാണ്, നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നിയെടുത്ത് നമ്മൾ ജയിക്കുമ്പോഴാണ് നമുക്ക് പ്രൗഡ് ആവുന്നത്. അപ്പോൾ ഈ പോയിന്റ് ശരിക്കും ഞാൻ വിചാരിച്ച് ക്വിറ്റ് ചെയ്യാമെന്ന്. അപ്പൊ ആ പോയിന്റ് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ 10ാം ക്ലാസ് മുതലേ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. എന്താണ് PhD എന്നൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക്
PhD കിട്ടണം, മീൻസ് ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന പഠിക്കണം. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമുക്ക് കുറെ ഓപ്ഷൻസ് ഉള്ളതിൽ എൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത്. അപ്പൊ അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹം, നമ്മൾ ഇത്രയും അടുത്ത് വരെ എത്തി, ഇനി ഒരു വർഷം പോലും ഇല്ല, ഞാൻ കുറച്ചും കൂടെ ഒന്ന് എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ അത് എനിക്ക് സക്സസ്ഫുൾ ആവും. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു കാലത്ത് എനിക്ക് തിരിച്ച് ചിന്തിക്കുമ്പം എനിക്കത് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഇയേഴ്സ് ആയിട്ട് മാറും. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്തു, ഐ ആം നോട്ട് ക്വിറ്റിംഗ്, ഐ ആം ഗോയിങ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞാൽ എൻ്റെ 100% ഞാൻ കൊടുത്തു തന്നെ ട്രൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറുണ്ട്. ഫസ്റ്റ് തിങ്, ഞാൻ ഭയങ്കര ഒരു പ്രൊക്കാസ്റ്റിനേറ്റർ ആണ്. എല്ലാം ലാസ്റ്റ് നിമിഷം എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എനിക്ക് ചെയ്യാം, ഓക്കെ, 1 മണിക്കൂറിനകത്ത് ചെയ്യാം എന്നറിയാന്നുള്ളൊരു ടാസ്ക് ആണെങ്കിൽ എനിക്ക് ഒരാഴ്ച ഉണ്ട് അത് ചെയ്യാം. പക്ഷെ ഞാൻ ലാസ്റ്റ് 1 മണിക്കൂറേ ചെയ്യൂ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ പല പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. 10th ഉണ്ടായിട്ടുണ്ട്, 12th ഉണ്ടായിട്ടുണ്ട്, BSc ഏറ്റവും വലിയ ഇതുണ്ടായിട്ടുള്ളത്. അന്ന് ഞാൻ ഒരു 6 months ചലഞ്ച് എടുത്തിരുന്നു. ആ 6 months ചലഞ്ചിൽ ആക്ച്വലി ഞാൻ കുറെ കാര്യങ്ങൾ ആ സമയത്ത് ഗിവ് അപ്പ് ചെയ്തു. അല്ല, നമ്മളെ BScയുടെ ലാസ്റ്റ് ടൈമിലൊക്കെ ആണല്ലോ കോളേജ് ട്രിപ്പ് ഒക്കെ വരിക, അതിന് പോലും ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ പഠിച്ചൊരു എൻട്രൻസ് ക്രാക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് ഇല്ല. അങ്ങനെ പലതും നമ്മൾ വേണ്ടാന്ന് വെച്ച്, നമ്മുടെ പല എന്റർടൈൻമെന്റും എനിക്കിനി വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ എനിക്ക് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റൂ. പക്ഷെ ഇത് അച്ചീവ് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങള് വളരെ അധികമാണ്. അതെനിക്ക് അറിയാം. അതാണ് എൻ്റെ മോട്ടിവേഷൻ. അതായത് ഈ 6 months ഞാൻ കഷ്ടപ്പെട്ട ഇനിയുള്ള ഒരു 6 years എൻ്റെ ഫ്യൂവലാണ്. ഇതെന്റെ ഫ്യൂവലാണ് ശരിക്കും. ആ ഒരു BSc ടൈമിൽ ഞാൻ എടുത്ത ആ 6 months ആ ഒരു വർക്ക് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഓടിയത്. ഇനി ഇതേപോലെ അടുത്തൊരു ബ്ലോക്ക് വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് ഫ്യൂവൽ ഉണ്ടാക്കണം, എൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അത് ഫസ്റ്റ് തിങ്. ഞാൻ PhD പേപ്പേഴ്സ് എഴുതണം. എനിക്ക് റിസൾട്ട് ആയിട്ട് 1-1.5 വർഷത്തിന് മുന്നേ എനിക്ക് റിസൾട്ട് കിട്ടിയാണ്. പക്ഷെ ഇതിന്ന് എഴുതാനുള്ള മോട്ടിവേഷൻ പോലും എനിക്കില്ല. ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഒരു മാസ്റ്റർ തീസിസ്, 2 മാസ്റ്റർ തീസിസ്, ഒരു ബാച്ചിലർ തീസിസ് എഴുതിയിട്ടുള്ളത്. ബാച്ചിലർ തീസിസ് കുറെ പേര് ഒന്നിച്ച് എഴുതിയാണ്. പക്ഷെ 2 മാസ്റ്റർ തീസിസ് എഴുതിയ ഒരാളാണ് ഞാൻ. ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ ഞാനാണോ എഴുതിയത് എന്നെനിക്ക് ചിന്ത വരികയാണ്. കാരണം ഒരു PhDയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റിസർച്ച് പേപ്പേഴ്സ് എഴുതാനുള്ള കഴിവാണ്. അത് റിസൾട്ട് ഉണ്ടായിട്ട് റിസർച്ച് പേപ്പർ എഴുതാത്ത ഒരു ആളാണ് ഞാൻ. ആക്ച്വലി എൻ്റെ മെന്ററിന്റെ അഭിപ്രായത്തിൽ ഞാൻ 3 പേപ്പർ എഴുതാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഒരു പേജോ ഒരു അക്ഷരമോ പോലും എഴുതിയിട്ടില്ല. അത്രയ്ക്ക് മടിയും പ്രൊക്കാസ്റ്റിനേഷനും ആണ് എനിക്ക്. റിസർച്ച് പേപ്പറിന്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മൾ എഴുതുന്ന ഒന്ന് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒന്ന്, പക്ഷെ നമ്മൾ എഴുതണമല്ലോ, നമ്മുടെ ഭാഗത്തെ വർക്ക് വേണമല്ലോ, അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വർഷം ഈ പറഞ്ഞ പോലെ റിസർച്ച് പേപ്പേഴ്സ് എഴുതണം, എൻ്റെ PhDയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, PhD തീസിസ് എഴുതണം, പിന്നെ എൻ്റെ ഇനിയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അടുത്തൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പൊ ഞാൻ 3 വർഷം മുന്നേ ഉള്ള സ്കിൽസ് ആയിരിക്കില്ല ഇപ്പം നമ്മൾ എംപ്ലോയറിന് വേണ്ടത്. അതായത് പുതിയ പുതിയ കോഡിങ് സ്കിൽസോ എന്താണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ സ്കിൽസ് വേണ്ടത്, അതൊക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് കോഴ്സസ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അതിന്റെ കൂടെ ജർമ്മൻ പഠിക്കണം. കാരണം എൻ്റെ ജർമ്മൻ വളരെ മോശമാണ്. എനിക്ക് പറയാൻ വളരെ നാണക്കേടുള്ള ഒരു കാര്യമാണ്. എൻ്റെ മടിയുടെ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ ജർമ്മനി വന്നിട്ട് 6 വർഷമായിട്ട് എനിക്ക് ജർമ്മൻ സംസാരിക്കാൻ അറിഞ്ഞൂടാ. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശം. അത് പുറത്ത് പറയാൻ പോലും നാണക്കേടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ജർമ്മൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജർമ്മനും പഠിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 6 months ചലഞ്ച് എടുക്കാൻ പോവുകയാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് സക്സസ്ഫുൾ ആയേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നം എനിക്ക് തന്നെയാണ്. അപ്പോ 6 month ചലഞ്ച് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രിപ്പറേറ്ററി ആയിട്ട് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രീ പ്ലാൻ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കൂടെ 6 months ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജൂലൈ ടൈം ആയല്ലോ. ഇനി അടുത്ത വർഷം നമ്മൾ പുതിയ ഇയർ തുടങ്ങുമ്പം, അല്ലെങ്കിൽ പുതിയ ഇയറിന്റെ പകുതി ആകുമ്പോഴോ അവസാനിക്കാറാകുമ്പോഴോ നമുക്ക് നമ്മളെ തന്നെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് കാണപ്പെടും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അക്കാഡമിക്കലി ഇമ്പ്രൂവ് ചെയ്യണം,
ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു 6 മാസം കൊണ്ട് 10 കിലോ കൂടിയ ഒരാളാണ്. അപ്പൊ എനിക്ക് വെയിറ്റ് ലോസ്, അതായത് വെയിറ്റ് ലോസ് അല്ല, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ എൻ്റെ പേഴ്സണൽ ടേക്ക് കെയർ, സെൽഫ് കെയർ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് എൻ്റെ പ്രയോറിറ്റി. പിന്നെ ബാക്കി എങ്ങനെയാണ് നമുക്ക് 6 മന്ത്സ് കൊണ്ട് നമ്മളെ മാറ്റിയെടുക്കാം. ഞാൻ ചെയ്ത കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ ഞാൻ എന്നാലും ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. നമുക്ക് ഒന്നിച്ചു പോവാം. നമുക്ക് കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ ആൾക്കാരൊന്നും വേണ്ട, എൻ്റെ കൂടെ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന ഒരാളായാലും മതി. നമുക്കൊരു ശക്തിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഈ ചലഞ്ചിൽ പങ്കെടുക്കുക. അപ്പൊ പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.